ഒമാനിയ മൊബൈൽസ്, AM റോഡ് പെരുമ്പാവൂർ, PO ജംഗ്ഷൻ മൂവാറ്റുപുഴ. തൃക്കളത്തൂർ ശലഭം ബാലവേദിയുടെ ആഭിമുഖ്യത്തിൽ പരിസ്ഥിതി ദിനാഘോഷം സംഘടിപ്പിച്ചു. വിവിധ പ്രദേശങ്ങളിൽ നിന്നും വിദ്യാർത്ഥികൾ ശേഖരിച്ച നിരവധി ഔഷധ സസ്യങ്ങൾ ഉപയോഗിച്ചുള്ള ഔഷധത്തോട്ട നിർമ്മാണവും പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി നടത്തി. AIYF സംസ്ഥാന പ്രസിഡന്റ് N. അരുൺ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. തൃക്കളത്തൂർ ശലഭം ബാലവേദിയുടെ ആഭിമുഖ്യത്തിൽ പരിസ്ഥിതി ദിനാഘോഷം സംഘടിപ്പിച്ചു. ഔഷധത്തോട്ടം, പരിസ്ഥിതി ദിന ബോധവൽക്കരണ ക്ലാസ്, പരിസ്ഥിതി ദിന സന്ദേശം, ഫീൽഡ് ട്രിപ്പ് തുടങ്ങി വിവിധ പരിപാടികളാണ് ബാലവേദി സംഘടിപ്പിച്ചിരുന്നത്. തുമ്പ, തുളസി, ചെറുള, ബ്രഹ്മി, മുക്കുറ്റി, പൂവാങ്കുരുന്നില തുടങ്ങി കുട്ടികൾ തന്നെ പരിസര പ്രദേശങ്ങളിൽ നിന്നും ശേഖരിച്ച 20ഓളം ഔഷധ സസ്യങ്ങളാണ് ഔഷധത്തോട്ട നിർമ്മാണത്തിനായി ഉപയോഗിച്ചത്. AIYF സംസ്ഥാന പ്രസിഡന്റ് N. അരുൺ ആദ്യത്തെ ഔഷധ ചെടി നട്ട് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ഇഞ്ചക്കാട് ഗവൺമെന്റ് LP സ്കൂൾ അധ്യാപികയായ ശ്രീലത പരിസ്ഥിതി ദിന ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. വൈഗ അനിലിന്റെ നേതൃത്വത്തിൽ എല്ലാവരും പരിസ്ഥിതി ദിന പ്രതിജ്ഞയെടുത്തു. കർഷകനും വൈഗ അനിലിന്റെ പിതാവുമായ അനിൽകുമാർ സ്വന്തം കൃഷിയിടത്തിൽ കൃഷി ചെയ്ത കപ്പ കുട്ടികൾക്ക് നൽകിക്കൊണ്ട് മാതൃകയായി. ശേഷം ഫീൽഡ് ട്രിപ്പിന്റെ ഭാഗമായി യുവ കർഷകയ്ക്കുള്ള സംസ്ഥാന സർക്കാർ അവാർഡ് ജേതാവായ മൃദുല ഹരിയുടെ നേതൃത്വത്തിൽ പേഴിക്കാപ്പള്ളി മാനാറിയിൽ പ്രവർത്തിക്കുന്ന സ്നേഹ ഓർഗാനിക് ഫാം കുട്ടികൾ സന്ദർശിച്ചു. ശലഭം ബാലവേദി സെക്രട്ടറി വൈഗ അനിൽ, പ്രസിഡന്റ് വിജയ് സാരംഗി, മറ്റംഗങ്ങളായ അന്ന, ഐറിൻ, കാളിദാസ്, കാർത്തികേയൻ, ആര്യൻ, ആർദ്ര, നിള, തൻവിത എന്നിവരും AIYF അംഗങ്ങളായ ജിനേഷ് ഗംഗാധരൻ, സനു വേണുഗോപാൽ, ശ്രീലേഖ KV എന്നിവരും പരിപാടിയുടെ ഭാഗമായി. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.